എല്ലാവർക്കും നമസ്കാരം. ഭഗവത് കൃപ കൊണ്ട് ശ്രീമന് നാരായണീയത്തിൽ കൂടിയുള്ള ഒരു തീർത്ഥയാത്ര, വേണുഗാനം എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ശ്രീമന് നാരായണത്തിൽ കൂടിയുള്ള തീർത്ഥയാത്ര ആരംഭിച്ച് ഒന്നാമത്തെ ദശകം ഇന്നലെ പൂർണ്ണമായി. ഇന്നിതാ രണ്ടാമത്തെ ദശകം ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ദശകത്തിൽ ഭഗവാന്റെ ആ നിഷ്കളമായ സ്വരൂപം വർണ്ണിച്ചു. എന്നിട്ട് ആ ഭഗവത് രൂപത്തിൻ്റെ മഹത്വം വർണ്ണിച്ചു. അതിനുശേഷം ആ ഭഗവാന്റെ ആ തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ എന്ന ആ ഭാവത്തിലുള്ള, ആ സങ്കല്പത്തിലുള്ള ഭഗവാന്റെ ആ രൂപമാധുര്യം, ആ രൂപത്തിൽ ഭഗവത് ആ രൂപമാധുര്യത്തിൽ ഭക്തി ഉണ്ടാവണേ. ആ ഭക്തിയുടെ എന്താണ് ഭക്തിയുടെ മഹത്വം എന്നുകൂടി ഈ രണ്ടാമത്തെ ദശകത്തിൽ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 2 ശ്ലോകങ്ങളെ കൊണ്ട് 1-2 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് പാരായണം ചെയ്യാം. ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ശ്ലോകത്തിൽ ഭഗവാന്റെ ആ അലങ്കാരങ്ങളാണ് വർണ്ണിക്കുന്നത്. സൂര്യസ്പർദ്ധികിരീടമൂർധ്വതിലകപ്രോദ്ഭാസിഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. അവിടുത്തെ ആ ആദ്യം കിരീടം ആണ് മേൽപ്പത്തൂർ വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുന്നത്. ആ സൂര്യനേക്കാളും ശോഭയേറിയ കിരീടം എന്നാണ് പറയുന്നത്. കിരീടം സൂര്യസ്പർദ്ധി കിരീടമൂർധതിലക പ്രോദ്ഭാസി ബാലാന്തരം. ആ കിരീടത്തെ വർണ്ണിച്ചിട്ട് പിന്നെ അവിടുത്തെ ആ നെറ്റിത്തടം എന്തെന്ന് മനോഹരമായിട്ട് ആ ഗോപിക്കുറി ചാർത്തിയിട്ടുള്ള അവിടുത്തെ ആ മിന്നുന്ന നെറ്റിത്തടം. പിന്നെയോ കാരുണ്യാകുലനേത്രാർദ്രഹസിതോല്ലാസം സുനാസാപുടം. അവിടുത്തെ കണ്ണുകൾ എത്ര മനോഹരാണ്, താമരക്കണ്ണുകൾ എത്ര 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 മനോഹരാണ് അവിടുത്തെ ആ കണ്ണുകൾ എന്ന് മാത്രമല്ല, മനോഹരം എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ, അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന അടിയങ്ങളെ പോലെയുള്ള ഭക്തന്മാരുടെ, ഉപാസകന്മാരുടെ കണ്ണീര് തുടപ്പിക്കുന്നതല്ലേ അവിടുത്തെ ആ മനോഹര നേത്രങ്ങൾ. അവിടുത്തെ ആ ഒരു നോട്ടം മതി അവിടുത്തെ ആശ്രയിക്കുന്നവരുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം ഉണ്ടാവണു. അങ്ങനെയുള്ള അവിടുത്തെ ആ തൃക്കണ്ണുകൾ, അതാണ് കാരുണ്യാകുല നേത്രം. എപ്പോഴും കാരുണ്യാമൃതം, അങ്ങനെ ആ സാഗരം ഒഴുകി ഒഴുകി വരുന്ന അവിടുത്തെ ആ മനോഹരങ്ങളായ ചെന്താമരത്തിന് ഇതളുകൾ പോലെയുള്ള അവിടുത്തെ ആ കണ്ണുകൾ. പിന്നെയോ അവിടുത്തെ ആ തിരുമുഖത്തേക്ക് നോക്കിയാൽ എന്തെന്നില്ലാത്ത മനോഹരമായിട്ടുള്ള പുഞ്ചിരി എപ്പോഴും കാണാൻ സാധിക്കും. കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം. അവിടുത്തെ ആ മനോഹരമായ മൂക്ക്, ആ പുഞ്ചിരിയെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് അറിയില്ല ഗുരുവായൂരപ്പ. തൃക്കണ്ണുകൾ പോലെ തന്നെ, കാരുണ്യം വിഴിഞ്ഞൊഴുകുന്ന തൃക്കണ്ണുകൾ പോലെ തന്നെയാണ് അവിടുത്തെ ആ പുഞ്ചിരി കൊണ്ടും ഭക്തന്മാരെ ആഹ്ലാദിപ്പിക്കുന്നത്, ആനന്ദലഹരിയിൽ ആറാടിക്കുന്നത്. ആ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കണ കണ്ടാൽ ഗുരുവായൂരപ്പ അവിടുത്തെ ആ തിരുമുഖത്തിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. എത്ര കണ്ടാലും മതിയാവില്ല അവിടുത്തെ ആ പുഞ്ചിരി. ആ ഓടക്കുഴൽ എപ്പോഴും അവിടുത്തെ ആ തൃച്ചുണ്ടിലെങ്ങനെ ഇരിക്കുകയല്ലേ. അങ്ങനെയുള്ള അവിടുത്തെ ആ പുഞ്ചിരി എത്ര കണ്ടാലാണ് സജ്ജനങ്ങൾക്ക്, അവിടുത്തെ ഉപാസകന്മാർക്ക് മതിയാവില്ല. പിന്നെ അവിടുത്തെ മനോഹരമായിട്ടുള്ള ആ മൂക്ക്, പിന്നെ മകരകുണ്ടലങ്ങൾ, ആ തുടുത്ത കവിൾത്തടങ്ങളിൽ എപ്പോഴും ഇങ്ങനെ പ്രതിഫലിച്ച് കാണുന്ന അവിടുത്തെ ആ മകരകുണ്ടലങ്ങൾ, പിന്നെ കൗസ്തുഭം, തൃക്കഴുത്തിന് ശോഭ കൂട്ടുന്ന അവിടുത്തെ ആ കൗസ്തുഭം,
പിന്നെ വനമാല, മുത്തുമാലകൾ, അവിടുത്തെ തിരുവാറിലെ ആ ശ്രീവത്സം, ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങിയാൽ ഗുരുവായൂരപ്പ അതിനൊരു അവസാനം ഉണ്ടാവില്ല എന്ന് തോന്നുകയാണ്. അവിടുത്തെ ആ രൂപം, അങ്ങനെയുള്ള അവിടുത്തെ ആ മനോഹരമായിട്ടുള്ള വൈകുണ്ഠ രൂപത്തെ ഞാനിതാ ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ, ഞാൻ എപ്പോഴും ധ്യാനിക്കട്ടെ. അതിനുള്ള ആയുരാരോഗ്യം സൗഖ്യം അവിടുന്ന് അനുഗ്രഹിച്ച് നൽകണേ എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പിന്നീടിതാ അവിടുത്തെ ആ ആദ്യത്തെ ശ്ലോകത്തിൽ ഇവിടെ ഒന്നാമത്തെ പദ്യം കൊണ്ട് ഭഗവാന്റെ ആ ഭഗവത് രൂപത്തിൻ്റെ ഉത്തമാംഗം ആണ് മേൽപ്പത്തൂർ ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. പിന്നീട് ഇതാ രണ്ടാമത്തെ ശ്ലോകത്തിൽ അപരഭാഗം ബാക്കിയുള്ള അവിടുത്തെ അലങ്കാരങ്ങളെ വർണ്ണിക്കണു. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമൽ ബാഹുചതുഷ്ക സംഗഗത ശംഖാരി പങ്കേരുഹാം കാഞ്ചിൽ കാഞ്ചന കാഞ്ചിലാഞ്ചിതലസൽ പീതാംബരാലംബിനീമാലംബേ വിമുലാംബുജദ്യുതിപരാം മൂർത്തിം തവാർത്തിക്ഷിതം. അവിടുത്തെ ആ തൃക്കൈയിൽ ഇട്ടിരിക്കുന്ന വളകൾ, വിലയേറിയ രത്നങ്ങൾ പതിച്ചിട്ടുള്ള മോതിരങ്ങൾ, അങ്ങനെ ആ 4 തൃക്കൈയിൽ എടുത്തിരിക്കുന്ന അവിടുത്തെ ശംഖ്, ചക്രം, ഗദ, താമരപ്പൂവ് എന്നിങ്ങനെയുള്ള ആ ചതുർവിധങ്ങളായ ആയുധങ്ങളെ കൊണ്ട് ശോഭിക്കുന്നതായ അവിടുത്തെ ആ തൃക്കൈകൾ, പിന്നെയോ അവിടുത്തെ ആ പൊന്നരഞ്ഞാണം കൊണ്ട് അലങ്കൃതമായിട്ടുള്ള, അതേപോലെ തന്നെ ആ പീതാംബരം ചാർത്തിയിട്ടുള്ളതായ അവിടുത്തെ അരക്കെട്ട്, അവിടുത്തെ ആ തൃപ്പാദങ്ങൾ, താമരപ്പൂ പോലെ ശോഭിക്കുന്ന അവിടുത്തെ തൃപ്പാദങ്ങൾ, പിന്നെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കുന്ന അവിടുത്തെ ആ രൂപത്തെ ഞാനിതാ ശരണം പ്രാപിക്കണു. അവിടുത്തെ ഭഗവത് രൂപത്തെ ഞാൻ ശരണം പ്രാപിക്കണു എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ രണ്ടാമത്തെ ശ്ലോകം ഇവിടെ പൂർണ്ണമാവണു. ഇനി അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് നാളെ സ്മരിക്കാം, പാരായണം ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.